നമ്മളിന്ന് നമ്മുടെ ഒരു കൃഷി വിളവെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പൂവും ഇലയൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്തോ ആ സംഭവം എന്നല്ലേ. അതെ, നമ്മുടെ സ്വന്തം മത്തങ്ങാക്കുട്ടൻ വേണ്ട കിടക്കുന്നു. വേനൽക്കൂട്ടനാണ് എപ്പോഴും വന്ന് നോക്കും, ഇത് ആയോ അമ്മയെന്ന് പറിച്ച് മുറിച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആശാന്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഇതിവൻ കണ്ടിട്ടുള്ള. എന്നാലും ഇത് മുറിക്കാൻ ഭയങ്കര ധൃതി വെച്ചിരിക്കുക, പക്ഷേ അതായിട്ടില്ല. അപ്പം സന്തോഷത്തോടെ വന്ന് നമുക്ക് പറിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, കാണിച്ചു തരാം. അതും ആയിട്ടില്ല, അത് ഇച്ചിരി ചെറുതാണ്, മറ്റത് ഇച്ചിരി മുഴുത്തതാണ്. അതിൻ്റെ സൈഡൊക്കെ എന്തോ ഒരു ഡിസൈനൊക്കെ പോലെ പാടുമൊക്കെ നമുക്ക് അതും ആയിട്ടില്ല, അതും ഇനി സമയമെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഈ മത്തേല കണ്ടോ, നമ്മളിപ്പോൾ മഴ പെയ്തുകൊണ്ട് ഇതങ്ങ് അളിഞ്ഞങ്ങ് പോയേ. പക്ഷെ നമ്മളത് ഇതിന് മുന്നേ നമ്മൾ തോരനൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ മത്തേലയും മത്തയുടെ പൂവൊക്കെ തോരൻ വെച്ച് ഒത്തിരി കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണിത്. അപ്പം ഇതൊക്കെ ചാടുന്നു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ വിളവെടുക്കാറായില്ല അതല്ലേ. പക്ഷെ ഇതിൻ്റെ ഇതിൻ്റെ വേരെവിടാന്ന് വെച്ചാൽ മേളിലാണ്. ഇത് കണ്ടോ, മേളിൽ നിന്ന് നമ്മൾ നട്ടതാണ് ഇത് കേട്ടോ, അങ്ങ് മേളിൽ വരെ പോയേക്കുക. നമ്മൾ ഓർത്ത് ഇതെന്തോ ഉണ്ടാവത്തില്ല, ഇതങ്ങ് പറിച്ച് കളയാമെന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നു. പക്ഷേ രണ്ടെണ്ണത്തിനെ കിട്ടി, വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതങ്ങ് പടർന്ന് അങ്ങ് താഴോട്ടും പോയേക്കുവാണ്. പറമ്പ് മൊത്തം നിറഞ്ഞ് കിടക്കുക ഉണ്ടോ. പക്ഷെ വേറെ എങ്ങും ഇല്ല ഇത് കേട്ടോ, ഇതേ ഉള്ളൂ. വേറെ വല്ലതും ഉണ്ടോ ഇതിന് കണ്ടുപിടിക്കണം. ഇത് ഇലയും പച്ച, ഇതും പച്ച ആയതുകൊണ്ട് ഭയങ്കര പാടാണ് ഇത് കണ്ടുപിടിക്കാൻ. മഴ പെയ്തുകൊണ്ട് ഇവിടെ എല്ലാം അളിഞ്ഞ് കിടക്കണം. നല്ലൊരു ഫാഷൻ ഫ്രൂട്ട് വീണ് കിടപ്പുണ്ട്, വേദൻകൂട്ടിനെ കാണിച്ചു തരുവാണ്. ഇവിടെ താഴെ കിടക്കുന്നു. ഫാഷൻ ഫ്രൂട്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എന്തോ ഒരു അളിഞ്ഞളിഞ്ഞ് വരുമോ, അതങ്ങ് ഒരു ടേസ്റ്റ് ഇല്ല, മധുരവും ഇല്ല, പുളിയില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം മത്തങ്ങ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയണേ. നമ്മൾ വൻപയറിട്ട് നമ്മൾ എരിശ്ശേരി വെക്കാൻ വേണ്ടി മുറിക്കാൻ വേണ്ടി ഇതേ പിച്ചാത്തിയൊക്കെ ആയിട്ട് വന്നതാണ്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇച്ചിരി വാഴയിലൊക്കെ ചെത്താൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുട്ടനാണെങ്കിൽ ഫാഷൻ ഫ്രൂട്ട് പെറുക്കാൻ വേണ്ടി പോയേ. മഴ പെയ്തുകൊണ്ട് തെന്നി വീഴില്, മഴ പെയ്തത് കൊണ്ട് അരിക്കൊള്ള എടുക്കണ്ട, കിളികളെല്ലാം വന്ന് കൊത്തി തിന്നുവാണ്, നമുക്കൊന്നും കിട്ടുന്നില്ല. ഫാഷൻ ഫ്രൂട്ട് ഇങ്ങോട്ടൊന്നും അങ്ങനെ വരത്തില്ല കേട്ടോ, മൊത്തം കാടും പിടിച്ച് കിടക്കുവാണ്. കാടൊക്കെ അടിച്ചതാ, പക്ഷേ ഇങ്ങോട്ടൊക്കെ ഭയങ്കര കാടുകളാണ്. എല്ലാവരും കാടൊക്കെ അടിക്കുന്നു തെളിക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തുവാ പെട്ടെന്നൊക്കെ ഒരു ചെടി വെച്ചാൽ ഇത്രയും ഭംഗിയായിട്ട് കിളുക്കുകയില്ല കേട്ടോ. പക്ഷേ ഈ കാടും പുല്ലുമൊക്കെ പെട്ടെന്നാണ് കിളുക്കുന്നത്, അതും കേടാണ്, എല്ലാം കേടാണ്. കിളികളൊക്കെ കിളികൾ കൊത്തി കടിച്ചങ്ങ് ഇട്ടേക്കോ ഫാഷൻ ഫ്രൂട്ട്. ഇത് കാണിച്ചേടാ, ഇത് തെന്നില്ല പായല ഉണ്ടോ, വലിയൊരു ഫാഷൻ ഫ്രൂട്ടാണ് കടിച്ചിട്ടേക്കുന്നത് കേട്ടോ. അവർക്കും വേണ്ട എന്തെങ്കിലും ആഹാരം അല്ലേ. ഇത് കണ്ടോ എത്ര ഫാഷൻ ഫ്രൂട്ടാന്ന് നോക്കിയത് കണ്ടോ, ഇതെല്ലാം പച്ചയോടെ കടിച്ച് തിന്നുമല്ല ഉണ്ടോ. ഇവിടെ എല്ലാം കിടക്കും, അതേ കണ്ടോ. ഒന്നും നമുക്ക് കിട്ടത്തില്ല, നമ്മൾ പെറുക്കാനും വരാറില്ല കേട്ടോ, കാരണം ഇതുങ്ങളങ്ങ് തിന്നും. അതുകൊണ്ട് വെറുതെ വെച്ച് പിടിപ്പിച്ചേക്കും അതൊക്കെ. ഒരെണ്ണം പോലും നല്ലത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ താങ്ക് യു.